ദുശകുനം പോലെ പിണറായിയുടെ പഴയ കർത്തകാർ. പിണറായിയുടെ കാർ എടുക്കാച്ചിറക്കായിരിക്കുകയാണ്. രൂപമാറ്റം വരുത്തി പണിത കറുത്ത കിയ ഉപയോഗിക്കരുത് എന്ന് ജോൾസന്റെ മുന്നറിയിപ്പ്. പുതിയ മന്ത്രിമാരും ഈ കാർ ഉപയോഗിക്കില്ല. ഈ കാറിന് മുന്നിലിട്ടായിരുന്നു കരിങ്കൊടിയുടെ പേരിൽ ക്രൂരമർദ്ദനം അഴിച്ചുവിട്ടത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുൻ DGP ലോക്നാഥ് ബെഹ്റയുടെ ശുപാർശ പ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ വാഹനങ്ങൾ വെള്ളയിൽ നിന്ന് കറുപ്പിലേക്ക് മാറുന്നത്. സുരക്ഷാ കാരണങ്ങളായിരുന്നു അന്ന് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ VD സതീശൻ പഴയ കീഴ്വഴക്കം അനുസരിച്ച് വെളുത്ത ഇന്നോവ ക്രിസ്റ്റയിലായിരിക്കും യാത്ര ചെയ്യുക. പ്രധാനമന്ത്രി ഉൾപ്പെടെ രാജ്യത്തെ പ്രമുഖ VVIP കറുത്ത കാറുകളിലാണ് യാത്ര ചെയ്യുന്നത് എന്നും കേരളത്തിലെ VVIP ആയ മുഖ്യമന്ത്രിക്ക് അത്തരത്തിലുള്ള വാഹനം വേണം എന്നുമുള്ള ശുപാർശ മുൻ DGP നൽകിയിരുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കറുത്ത നിറം കാണുമ്പോൾ നെഗറ്റീവായി പ്രതികരിച്ചിരുന്ന അതേ സമയത്ത് തന്നെയാണ് വെള്ള കാർ ഒഴിവാക്കി അദ്ദേഹത്തിന്റെ സഞ്ചാരം കറുത്ത കാറിലേക്ക് മാറ്റിയത്. രാത്രി യാത്രകളിൽ കറുപ്പാണ് സുരക്ഷിതം എന്നതായിരുന്നു മറ്റൊരു ന്യായീകരണം. എന്തായാലും ഇപ്പോൾ ഒരൊറ്റ കുട്ടിക്ക് കറുത്ത കാർ വേണ്ട എന്നായിരിക്കുകയാണ്. അത് ഉപയോഗിച്ചാൽ തന്നെ അപകടമുണ്ടാകും, പതനമുണ്ടാകും എന്ന് ജോൾസന്റെ മുന്നറിയിപ്പ് നൽകുമ്പോൾ ആ തീരുമാനം മാറ്റാം എന്ന് തന്നെയാണ് പുതിയ മുഖ്യമന്ത്രി വിചാരിക്കുന്നത്. ആ തീരുമാനത്തിന് ഒരു തെറ്റുമില്ല. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ കോൺഗ്രസിന് വികാരപരമായ ഒരു ബന്ധവും ഈ കാറിനോടുണ്ട്. അതായത് KSUവിന്റെ കുട്ടികളെ, KSUവിന്റെ പ്രവർത്തകരെ ഈ കാറിന് മുന്നിലിട്ടാണ് പിണറായിയുടെ പോലീസ് തല്ലിച്ചതച്ചത്. ആ ക്രൂരമായ കാഴ്ചകൾ ഒരിക്കലും കോൺഗ്രസുകാർക്ക് മറക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ഈ കാർ അവിടെ ഒരു മൂക്ക സാക്ഷിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഈ കാർ വേണ്ട എന്ന് തന്നെയാണ് എല്ലാ മന്ത്രിമാരും ഇപ്പോൾ ചിന്തിക്കുന്നത്. ജോൾസ്യന്റെ ഈ ഒരു മുന്നറിയിപ്പിന് പിന്നാലെ പിണറായി വിജയന്റെ യാത്രകൾക്കായി പോലീസ് ഫണ്ടിൽ നിന്നും വാങ്ങി നൽകിയ 2 കറുത്ത ഇന്നോവ കാറുകൾ പോലീസ് ഇതിനോടകം തന്നെ തിരികെ ഏറ്റെടുത്തിട്ടുണ്ട്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ സഞ്ചരിക്കുക വെളുത്ത ഇന്നോവ ക്രിസ്റ്റയിലായിരിക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർക്ക് വെള്ള ഇന്നോവ ക്രിസ്റ്റ കാറുകളാണ് പൊതുഭരണ വകുപ്പ്, ടൂറിസം വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി മുതൽ ഇന്നോവ ഹൈക്രോസ് ആയിരിക്കും മുഖ്യമന്ത്രി ഉപയോഗിക്കുക. VN വാസവൻ ഉപയോഗിച്ച വാഹനമാണിത് എന്നാണ് സൂചന. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഇന്നോവ ക്രിസ്റ്റ കാറായിരുന്നു ഉപയോഗിച്ചത്. 2023 ജനുവരി അവസാനം വരെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഉപയോഗിച്ചിരുന്ന വാഹനമായിരുന്നു VD ഉപയോഗിച്ചിരുന്നത്. ടൊയോട്ട ഇന്നോവയുടെ ഏറ്റവും പുതിയ മോഡലാണ് ഹൈക്രോസ്. 7 സീറ്റർ 8 സീറ്റർ മോഡലുകളിൽ എത്തുന്ന ഇന്നോവ ഹൈക്രോസിന് 19.77 ലക്ഷം മുതൽ 30.98 ലക്ഷം രൂപ വരെയാണ് വില. ഇന്നോവയുടെ 5ാം തലമുറ വാഹനമായ ഹൈക്രോസിൽ 2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനൊപ്പം സ്ട്രോങ് ഹൈബ്രിഡ് ഇലക്ട്രിക് സിസ്റ്റവും ഉൾപ്പെടുത്തിയിരുന്നു. ഇത് രണ്ടും ചേർന്ന് 184 bhp കരുത്താണ് വാഹനത്തിന് നൽകുന്നത്. CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് എഞ്ചിനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഹൈബ്രിഡ് സംവിധാനത്തിന്റെ കൂടി സഹായത്തിൽ ലിറ്ററിന് 23.34 കിലോമീറ്റർ ഇന്ധനക്ഷമതയും ഈ MPVക്ക് ലഭിക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കറുപ്പിനോടുള്ള ഭയം വലിയ രീതിയിൽ ചർച്ചയായ വിഷയമാണ്. ഉള്ളിൽ ഉളവാകുന്ന മെലനോഫോബിയ, അതായത് കറുപ്പ് നിറത്തോട് ചിലർക്ക് അസാധാരണമായ രീതിയിലുള്ള പേടി. ഇത്തരത്തിലുള്ള ആളുകൾ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. നമുക്ക് അടുത്തറിയുന്നവരിൽ പലർക്കും കറുപ്പിനോട് ഭയമുള്ളവരാകും. കറുത്ത ഉടുപ്പുകളോട് മുഖം തിരിക്കുക, രാത്രിയോട് ഭയം തോന്നുക, എവിടെയെങ്കിലും കറുത്ത നിറം കണ്ടാൽ അസ്വസ്ഥരാകുക. എന്താണ് ഇതിന്റെ കാരണമെന്ന് ചിന്തിച്ചാൽ കറുപ്പ് നിറത്തോട് അങ്ങേയറ്റം ഭയമുണ്ടെങ്കിൽ അവരെ ബാധിച്ചിരിക്കുന്നത് മെലനോഫോബിയ എന്ന രോഗമാണ്. മെലനോഫോബിയ ഉണ്ടെങ്കിൽ കറുപ്പ് നിറത്തിൽ എന്തെങ്കിലും കാണുകയോ ചിന്തിക്കുകയോ ചെയ്യുന്ന കടുത്ത ഭയത്തിന് കാരണമാകും. ചില ആളുകൾക്ക് അത്ര തീവ്രമായ ഭയം അനുഭവപ്പെടുന്നു. അത് പരിഭ്രാന്തിയിലേക്ക് എത്തിക്കും. ആ പരിഭ്രാന്തിയാണ് പലപ്പോഴും കറുപ്പ് നിറത്തിന് നേരെ പിണറായി കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ. വെളുത്ത ഇന്നോവ കാർ ചിരിപ്പാഞ്ഞിരുന്ന പിണറായി വിജയൻ 2022 ജനുവരി മുതലാണ് ഔദ്യോഗിക വാഹനമായ കറുത്ത ഇന്നോവ ക്രിസ്റ്റയിലേക്ക് മാറുന്നത്. പുതുവർഷത്തിൽ തിരുവനന്തപുരത്ത് എത്തിയ ശേഷമുള്ള ആദ്യ യാത്ര തന്നെ മുൻ മുഖ്യമന്ത്രി പുതിയ കാറിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീടാണ് 6 മാസത്തിനുള്ളിൽ കിയ കാർണിവലിലേക്ക് മാറുന്നത്. അതുവരെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും എല്ലാം ഉപയോഗിച്ചിരുന്നത് വെള്ള നിറമുള്ള വാഹനങ്ങളായിരുന്നു. അന്ന് മുൻ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ ശുപാർശയിലായിരുന്നു ഈ നിറമാറ്റം. രാത്രി യാത്രയ്ക്ക് കൂടുതൽ സുരക്ഷിതവും രാത്രിയിലുള്ള ആക്രമണം തടയാൻ കാറിന്റെ നിറം കറുപ്പാകുന്നതുമാണ് നല്ലത് എന്നായിരുന്നു ബെഹ്റയുടെ ശുപാർശ. ഇതിനിടയിൽ 2 തവണ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം അപകടത്തിൽപ്പെട്ടതും നിറമാറ്റത്തിലുള്ള കാരണങ്ങളായി അന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ.